അതല്ല വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ പരിശോധന പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിനിസ്റ്റീരിയൽ എൻക്വയറി ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നയനയ പ്രകാരമുള്ള എൻക്വയറി സാധാരണ നിലയിൽ നടക്കും. അതിനും പുറത്താണ് ജുഡീഷ്യൽ അന്വേഷണം. അപ്പോൾ വിശദാംശങ്ങൾ കിട്ടാതെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയാണ്. പലയിടങ്ങളിൽ നിന്നും ബന്ധപ്പെടുന്നുണ്ട്. എണ്ണം ടാലി ചെയ്ത് നോക്കിയിട്ടില്ല. അല്ല, അത് സൂചിപ്പിച്ചല്ലോ. ചികിത്സയിൽ കഴിയുന്നവർ ഇന്നലെ ICയിൽ 10 പേരുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴേക്ക് അതിൽ ചില ആളുകളെ ICയിൽ നിന്നും വാർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആശ്വാസം കിട്ടി എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. നമ്മുടെ ഇടപെടലുകൾ ഇനി ICയിൽ കഴിയുന്നതും വെന്റിലേറ്ററിൽ കഴിയുന്ന ആളുകൾക്ക് എല്ലാ സംരക്ഷണവും ഉറപ്പാക്കാൻ സഹായിക്കുന്ന വിദഗ്ധ ടീമിനെ വിവിധ മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഇവിടെ വരുത്തി ഇവിടുത്തെ ആളുകളും ചേർന്ന് ഒരു ടീം വർക്ക് അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാ സമയവും പരിശോധിച്ചതിന് ശേഷമുള്ള ബുള്ളറ്റിനുകൾ അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക തരമാണ്. അങ്ങനെ ഒരു തർക്കത്തിന് ഇപ്പൊ മുതിരേണ്ട കാര്യമില്ലല്ലോ. സർക്കാരിന്റെ സഹായം പ്രഖ്യാപിച്ചല്ലോ, അതാവട്ടെ. ബാക്കി കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി തന്നെ ഉണ്ടല്ലോ. നമുക്ക് കൃത്യമായി സ്ഥിരീകരിക്കാൻ പറ്റില്ല. കാരണം 9 ബോഡിയാണ് ഹോൾ ബോഡി ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം അതിന്റെ പ്രോട്ടോകോൾ വരണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തിയിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്താൻ മതി. അതൊന്നും അവരുമായിട്ടൊന്ന് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. DNA ടെസ്റ്റിന് തന്നെ സങ്കീർണതകളുണ്ട്. തുടങ്ങി. അല്ല, അതല്ലേ മിനിസ്റ്റർ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഏകപക്ഷീയമായി പറയാത്തത് തിരുവാമ്പാടിയും പാറമേക്കാവും 2 ഗ്രൂപ്പാണ് ഈ വെടിക്കെട്ടുകളുടെ എല്ലാം ചുമതലയേറ്റ് പൂരത്തിൻ്റെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നത്. ഏതെങ്കിലും ഒരു കൂട്ടർ പ്രഖ്യാപിച്ച് ഏകപക്ഷീയമായി മറ്റൊരു കൂട്ടർ പ്രഖ്യാപിച്ചില്ല എന്നുള്ളതൊന്നും ആക്ഷേപം ഇപ്പോൾ ഇവിടെ എടുക്കുന്നില്ല. നാളെ കൂടുന്ന മീറ്റിംഗ് എത്തുമ്പോഴേക്ക് എല്ലാവരുമായി കൂടിയാലോചിച്ച് ഒരു സമവായം കണ്ടെത്തി ആ കാര്യത്തെ സംബന്ധിച്ചോളം നമുക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള പരിഹാരം ഉണ്ടാവും. ഇതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഈ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. ഇത് STRF-ൽ നിന്നും CMDRF-ൽ നിന്നും ആവശ്യമായിട്ടുള്ള തുക നൽകാൻ ക്യാബിനറ്റ് നിശ്ചയിച്ചു. ഇനി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട്. അത് പരിഗണിച്ച് തുടർ നടപടികൾ എങ്ങനെയാണെങ്കിൽ അവർ ശുപാർശ ചെയ്യും. അതനുസരിച്ച് നോക്കാം. അല്ല, അദ്ദേഹം ചോദിച്ച ചോദിച്ചത് കേന്ദ്രത്തിന്റെ ഇപ്പം നമ്മളൊരു കാര്യം പൂർവ്വ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ ഭയാനകമായിരുന്നു വയനാട് ദുരന്തം. നമുക്കറിയാം. നമ്മൾ ആ വയനാട് ദുരന്തത്തിന്റെ മുമ്പിൽ നമ്മൾ വലിയ രൂപത്തിൽ കേണി യാചിച്ചല്ലോ. നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മളെന്തോ ചെയ്യുക. ഒപ്പം മറ്റൊരു ശ്രദ്ധയിൽ ഇത് പെടുത്തുക. തരുന്നെങ്കിൽ തരട്ടെ. ഇതൊക്കെ ഒന്ന് കളക്ടർ നോക്കി അതിന്റെ തുടർ നടപടികൾ പറയും. തൽക്കാലം അനിവാര്യമായ കാര്യങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ വന്ന സ്ഥിതിക്ക് ആ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഇതെല്ലാം വരും. അല്ല, ഞാൻ പറഞ്ഞത് ഇറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെ തുടർന്നുണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ ഇതിൽ പാലിച്ചിട്ടുണ്ടോയെന്നാണോ ചോദിച്ചത്? അത് നോക്കിയിട്ട് കളക്ടർ പറയും. ഇപ്പോൾ ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം പരിക്കേറ്റവരെ ചികിത്സിപ്പിക്കുക, ചിതറിത്തെറിക്കപ്പെട്ടതുണ്ടെങ്കിൽ കണ്ടെത്തുക, അതിലൊരു കൃത്യത വരുത്തുക. ഈ പ്രശ്നങ്ങളിലാണ് എപ്പോഴും ദുരന്ത നിവാരണത്തിൽ ആദ്യ പ്രിഫറൻസ് കൊടുക്കുക. മറ്റൊരു രണ്ടാമത് നമ്മൾ നിയമപരമായി കാണേണ്ട, അത് വിടില്ല, അത് കാണും ജുഡീഷ്യൽ കമ്മീഷൻ. അല്ല, ഇപ്പൊ ക്യാബിനറ്റ് തീരുമാനിച്ച അരമണിക്കൂറായിട്ടേ ഉള്ളൂ. അത് അദ്ദേഹത്തെ അറിയിക്കും. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകും. സാധാരണ ജുഡീഷ്യൽ അദ്ദേഹത്തിന് ബില്ലിംഗ് ആവണം, ഒപ്പം അദ്ദേഹത്തിന് ഓഫീസ് കൊടുക്കണം, ടേംസ് ഓഫ് റെഫറൻസ് കൊടുക്കണം. ഇതെല്ലാം വെച്ചിട്ടാണല്ലോ ജുഡീഷ്യൽ അന്വേഷണം വരിക. ഓക്കെ, താങ്ക് യു. ആയോഗ തീരുമാനങ്ങൾ കഴിഞ്ഞ മന്ത്രിമാർ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. പ്രധാനമായും 2 തീരുമാനങ്ങൾ തന്നെയാണ്. ഒന്ന്, മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപയുടെ ധനസഹായം, പരിക്കേറ്റവർക്ക് അടിയന്തരമായ 2 സഹായം CMDRF-ൽ നിന്നും, അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ചികിത്സയുടെ ചെലവേറ്റെടുക്കൽ. അതിനുശേഷം അന്വേഷണ കാര്യങ്ങളൊക്കെ ജുഡീഷ്യൽ അന്വേഷണം CN രാമചന്ദ്രൻ നായർ കമ്മീഷനാകും അത് അന്വേഷിക്കുക. DNA പരിശോധനയ്ക്കായി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സംഘം തൃശ്ശൂരെത്തി. എത്ര പേർ ദുരന്തത്തിൽപ്പെട്ടു എന്ന് കൃത്യമായി പറയാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്ന് മന്ത്രി കെ രാജൻ പറയുന്നു. അതിൻ്റെ പരിമിതികളൊക്കെ മന്ത്രിമാർ തന്നെ പറയുകയായിരുന്നു. ഇപ്പോഴും പറയുന്നത് മൊത്തത്തിലുള്ള ഫുൾ ബോഡികൾ 7 എണ്ണമാണ് കിട്ടിയത്. ബാക്കി ശരീരഭാഗങ്ങൾ കിട്ടിയതിനെപ്പറ്റി മന്ത്രിമാർ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിസഭായോഗ തീരുമാനങ്ങളുടെ പ്രഖ്യാപനമാണ് നമ്മൾ കണ്ടത്. അതിനു മുമ്പ് വാർത്താ സമ്മേളനത്തിന് മുമ്പ് ഒരു ചേച്ചി നടത്തിയ നാടകീയമായ ചില സംഭവങ്ങൾ കൂടി ഇന്ന് കണ്ടു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.